ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് നമുക്കൊരു മുട്ട സ്റ്റൂ ഉണ്ടാക്കാം. സിമ്പിൾ മുട്ട സ്റ്റൂ ആണ്. വളരെ ഈസി ആയിട്ട് വയ്ക്കാവുന്ന ഐറ്റംസൊക്കെ വളരെ കുറവായിട്ടുള്ള ഒരു സ്റ്റൂ ആണ്. കുക്കറിലാണ് ഉണ്ടാക്കുന്നത്. കുക്കറിനകത്ത് ലേശം വെളിച്ചെണ്ണ ഒഴിച്ചു, 2 പച്ചമുളക് ഇട്ട് കൊടുത്തു, ഒരു വലിയ സവോള ചെറുതായിട്ട് അരിഞ്ഞത് നമുക്ക് ഇട്ട് കൊടുക്കാം. നമുക്കതൊന്ന് അതിപ്പോൾ വഴറ്റിയെടുക്കാം. നമുക്കിതിലേക്ക് മസാലകൾ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി, ഒരു 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി. നമുക്കെല്ലാം കൂടെ മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പം നന്നായിട്ട് മസാലയൊക്കെ മൂത്തിട്ടുണ്ട്. നമുക്ക് അതിനകത്തേക്ക് വെള്ളം ഒഴിച്ചു, ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ. നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഈ കുക്കറിനെ മൂടി വെച്ചൊന്ന് അടയ്ക്കാം കേട്ടോ. നമുക്കത് ആവി വരുന്നവരെ, അതായത് വിസിൽ കേൾക്കുന്നവരെ 2-3 വിസിൽ കേൾക്കണം കേട്ടോ. അതുവരെ നമുക്കത് അടുപ്പിൽ വയ്ക്കാം. വിസിൽ കേൾക്കാൻ വെയിറ്റ് ചെയ്യും. മൂന്ന് വിസിൽ കേട്ട് നമുക്കിനി ഓഫ് ചെയ്യാം. നമുക്ക് നമ്മുടെ കുക്കറിന് തുറന്ന് നോക്കാം. നമ്മുടെ ഉള്ളിയും പച്ചമുളകും മാത്രമേ ഉള്ളൂ കേട്ടോ. അത് നമ്മുടെ എത്ര ഇടം വരെയാണെന്ന് നോക്കാം. ഗ്രേവി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ആ മുട്ട. 2 മുട്ടയാണ് ഇടുന്നത് കേട്ടോ, 2 മുട്ട. അതിനെ നമുക്ക് അതിൻ്റെ അകത്ത് ഈ ഒരു മസാലയൊക്കെ കയറാൻ വേണ്ടിയിട്ട് നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ ചെറുതായിട്ടൊന്ന് കൊത്തി കൊടുക്കാം. ഇട്ടു. അതുപോലെ ഇതും ഇടും. ഇങ്ങനെ ഇടുന്നോണ്ടേ ഈ സുഷിരത്തിലൂടെ നമ്മുടെ ഈ മുട്ടയ്ക്കകത്തെ നമ്മുടെ മസാലയൊക്കെ കയറി ഒന്ന് പിടിക്കും. ലാസ്റ്റ് നമുക്കിത് ചെയ്ത് കൊടുക്കേണ്ടത് നമ്മളൊരു അരമുറി വേണ്ട, നമുക്ക് അതിൻ്റെയും പകുതി തേങ്ങയുടെ പാല് കൂടെ ഇതിനകത്തേക്ക്, നല്ല തേങ്ങാപ്പാലാണ്, നല്ല കട്ടിയായിട്ടുള്ള തേങ്ങാപ്പാൽ അതിനകത്തേക്ക് കുറച്ച് ഒഴിച്ചു കൊടുക്കുക. നമ്മുടെ മുട്ട സ്റ്റൂ നല്ല അടിപൊളിയായിരിക്കും. അങ്ങനെ ചെയ്താൽ നല്ല ടേസ്റ്റി ആയിരിക്കും. എന്നിട്ട് കറിവേപ്പില നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഉപ്പൊക്കെ ഉണ്ടോയെന്ന് നോക്കണം. കൂടുതലായിട്ട് എന്തെങ്കിലുമൊക്കെ ചേർക്കണമെങ്കിൽ ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനൊരു ലേശം മസാലപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഗരം മസാലപ്പൊടി തീരെ കുറവ് തോന്നി. അപ്പം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ സ്റ്റൂ ഒരു സർവിങ് ഡിഷിലേക്ക് മാറ്റാം.
അപ്പോൾ നമ്മുടെ ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ടുള്ള മുട്ട സ്റ്റൂ റെഡി ആയിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ട് വെച്ചതാണ്. 2 മുട്ട, ഒരു വലിയ സവോള, ഒരു പച്ചമുളക്, ഒരു ലേശം തേങ്ങാപ്പാൽ, ഇത്രയും കൊണ്ട് വെച്ച സ്റ്റൂ ആണ്. അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് വളരെ ഈസി ആയിട്ട് വെക്കാവുന്നതാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ബായ്.